അങ്ങനെ മീരി ശ്രുതി പറഞ്ഞതനുസരിച്ചിട്ട് ബീരാൻ പറയണ്ട് എന്തായാലും ഞാൻ നാളെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ പറയണ പോലെയൊക്കെ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ബീരാൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ വിശ്വനാഥൻ്റെ കേസിന് വേണ്ടിയിട്ട് പോലീസുകാർ കേസ് ഫയൽ ചെയ്യാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന് കേസൊക്കെ ഫയൽ ചെയ്യണ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കണം. ആ സമയത്ത് രവി പോയിട്ട് ആരാ തുറന്ന് നോക്കുമ്പോൾ സമയത്ത് നമ്മുടെ ബീരാനാണ്. അവനെ കണ്ടപ്പോൾ വരൂ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. എന്തായാലും പോലീസുകാർ സൈനൊക്കെ ചെയ്ത് പുറത്തേക്ക് പോണ സമയത്ത് ചോദിക്കുന്നുണ്ട് ഇയാൾ എവിടെയോ കണ്ട ചായ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ബീരാനാണെങ്കിൽ ആകെ ഇങ്ങനെ മുങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട് പറഞ്ഞിട്ട് അയ്യോ ഇതെൻ്റെ മരുമകളുടെ ചെറിയച്ഛനാണ് സാറേ, ഇയാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പോലീസുകാരന് എന്തൊക്കെയോ ഒരു സംശയം തോന്നിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബീരാനോട് രവി ഉള്ളിലേക്കൊക്കെ വന്നിരിക്കാൻ പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ രവിയോട് പറയുന്നുണ്ട് എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ എന്ത് കാര്യം പറയൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ അതിപ്പോൾ എങ്ങനെയാണ് പറയുക. രവി ചോദിക്കേണ്ടത് എന്താ വെച്ചാൽ പറയാൻ പറ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ ബീരാൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ എങ്ങനെ പറയാം, അത് സംഭവിച്ചു മോളെ, നിൻ്റെ അച്ഛൻ അത് സംഭവിച്ചു. ശ്രുതി അടുത്തേക്ക് പോയിട്ട് എന്ത് സംഭവിച്ചു, നിൻ്റെ അച്ഛൻ എല്ലാവരും കൂടി ചേർന്ന് കൊന്നു, ജയിലിൽ വെച്ച് എല്ലാവരും ചേർന്ന് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബീരാൻ പറയുന്ന സമയത്ത് ശ്രുതിക്കാണെങ്കിൽ സങ്കടം വന്നേ ബീരാനെ ഒറ്റ തട്ടണ സമയത്ത് ബീരാൻ പോയി വീഴുന്നുണ്ട്. എന്തായാലും എല്ലാവരും കൂടി ഞെട്ടി നിൽക്കുന്നുണ്ട്. സച്ചിക്കും രേവതിക്കാണെങ്കിൽ ഇത് മനസ്സിലാവുന്നുണ്ട്. ആ ശ്രുതിയുടെ അടുത്ത കള്ളത്തരം പുറത്തെടുത്ത് തുടങ്ങി എന്നൊക്കെ മനസ്സിലാവേണ്ടത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.